ദീപക് മലയമ്മ നമുക്കൊപ്പം ചേരുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ കൽപ്പാത്തി LP സ്കൂളിൽ ബൂത്ത് നമ്പർ 25-ലെത്തി വോട്ട് രേഖപ്പെടുത്തി മടങ്ങിയിരുന്നു. നമുക്കൊപ്പം ദീപക് മലയമ്മയുണ്ട്. ദീപക് മലയമ്മ, കൽപ്പാത്തിയിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം നല്ല പോളിംഗ് ആണോ രാവിലെ രേഖപ്പെടുത്തുന്നത്? അരുൺകുമാർ, അങ്ങനെ തന്നെയാണ്. സ്ഥാനാർത്ഥി C. കൃഷ്ണകുമാർ ഇപ്പോൾ കുമരപുരം സ്കൂളിലേക്ക് എത്തി ഇവിടെയൊക്കെ സന്ദർശിച്ച് ഇങ്ങനെ വരുവാണ്. എങ്ങനെയുണ്ട് തിരക്ക്? ബൂത്ത് നമ്പർ 5 നോട്ട് ചെയ്യും. തിരക്ക് എങ്ങനെയുണ്ട്? നല്ല ക്യൂ ആണ്. കാലത്ത് 5:30 മുതൽ ആളുകൾ ക്യൂവിൽ നിന്ന ബൂത്തുകളുണ്ട്. കാലതാമസം നേരിട്ടുണ്ട് ചില ബൂത്തുകളിൽ. ഈ ബൂത്തിൽ ഇപ്പം ആവറേജ് ഒരു 70-80 ഇടയ്ക്കാണ് ഒരു മിനിറ്റിൽ വരേണ്ടത്. ചില ബൂത്തുകളിൽ ഇപ്പോൾ ഈ 5-ാം നമ്പർ ബൂത്തിൽ ഒരു മിനിറ്റിൽ 58 വോട്ടാണ്. അത് ഭരണാധികാരികൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ ക്യൂവിൽ നിന്നും അടുത്ത് വോട്ട് ചെയ്യാതെ പോകുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരത്തിലുള്ള സാഹചര്യമുണ്ടായി. ചൂട് കൂടുന്തോറും ആളുകൾ ക്യൂവിൽ നിൽക്കാനുള്ള മടുപ്പ് വരും. അപ്പോൾ ജില്ലാ കളക്ടറുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഇത് 2 ബൂത്തുകൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞു. പോയ ബൂത്തുകളിലുള്ളൊരു തിരക്ക് കാണുമ്പോൾ എങ്ങനെയുണ്ട്? പ്രതീക്ഷയെ കുറച്ചുകൂടി ഞങ്ങളുടെ ശക്തി കേന്ദ്രമാണല്ലോ പാലക്കാട് നഗരം. ഞങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിലാണ് ഈ ക്യൂ. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയാണത്. കാരണം ഞങ്ങളുടെ സ്ക്വാഡ് പ്രവർത്തനം, ഗൃഹസന്ദർശനം, ഇതെല്ലാം വലിയ ചലനം പാലക്കാടിലെ വോട്ടർമാരിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ബൂത്തുകളിൽ പോളിംഗ് വർദ്ധിക്കാനുള്ള കാരണം. എല്ലാ ബൂത്തുകളിലേക്കും പോകാൻ എല്ലാ ബൂത്തുകളിലും പോകും. എല്ലാ ബൂത്തുകളിലും അരുൺകുമാർ, അത്തരത്തിലാണ് വലിയ പ്രതീക്ഷയിലേക്ക് NDA ക്യാമ്പ് പോകുന്നു. ഇവിടെ കുമരപുരം സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ സ്ഥാനാർത്ഥി പറഞ്ഞതുപോലെ തന്നെ കുറേ ആളുകൾ ക്യൂവിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. സ്ത്രീകളുടെ ക്യൂ ഒരു വശത്ത്, മറുവശത്ത് പുരുഷന്മാരുടെ ക്യൂ കാണാൻ സാധിക്കും. ഇവിടെ തന്നെ മറ്റൊരു ബൂത്ത് കൂടി ഉണ്ട് എന്നുള്ളതാണ്. 2 ബൂത്തുകൾ, ബൂത്ത് നമ്പർ 5ഉം 6ഉം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 12, യെസ്, 5, 12ാമത്തെ ബൂത്തും 9, 8, 3 ബൂത്തുകൾ ഇവിടെ വരും. 3 ബൂത്തുകളാണ് ഈ കുമരപുരം സ്കൂളിൽ വരുന്നത്. കൽപ്പാത്തി മേഖലയാണ്. സ്വാഭാവികമായും NDAയെ സംബന്ധിച്ച് അവർക്ക് താരതമ്യേന ശക്തിയുള്ള കേന്ദ്രവും കൂടിയാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ വോട്ടർമാരുടെ ക്യൂ വരുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കും. അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ അത്തരത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജില്ലാ ഭരണാധികാരി കൂടിയായിട്ടുള്ള കളക്ടറെ ഈ കാര്യം അറിയിക്കുമെന്നുള്ളതാണ് സ്ഥാനാർത്ഥി പറയുന്നത്. അങ്ങനെ എല്ലാ ബൂത്തുകളിലേക്കും എത്തി ഇന്ന് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്ന വോട്ടർമാരെ ഒരിക്കൽ കൂടി കാണുക എന്നുള്ള ഒരു കാര്യങ്ങൾ കൂടി സ്ഥാനാർത്ഥിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നിരവധിയായ വോട്ടർമാർ ഇതിനോടകം തന്നെ ഇവിടേക്ക് എത്തി കാത്തു നിൽക്കുന്നതൊക്കെ നമുക്ക് കാണാൻ. വോട്ട് ചെയ്തോ? എങ്ങനെയൊരു തിരക്കുണ്ടായോ? അതെ, വോട്ട് ചെയ്തിരിക്കുന്ന രമയുടെ പ്രതികരണമാണോ ഇപ്പോൾ വന്നത്? അവർക്ക് തിരക്കുണ്ടായിരുന്നെങ്കിൽ പോലും കുറേ സമയമായോ നിൽക്കുന്നു? അതെ, താമസം നേരിടുന്നുണ്ട്. കുഴപ്പമില്ല, എന്നാലും പോകുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്. പ്രധാനാവകാശം വിനിയോഗിക്കണമെന്ന്. അതെ, തീർച്ചയായിട്ടും. അതെ, ആ അർത്ഥത്തിൽ അവരൊക്കെ തന്നെ ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്നുള്ള നിലയ്ക്ക് തന്നെ ഇതിനെ കാണുന്നു. ഒരു തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ ആ നിലയ്ക്ക് കാത്തിരുന്നാൽ പോലും ആ വോട്ട് രേഖപ്പെടുത്താം എന്നുള്ള നിലപാട് തന്നെ സ്വീകരിക്കുന്നു. ഒരുപാട് സമയമായോ? ഇല്ല, അരമണിക്കൂറായി. സ്ലോ ആണ്, പ്രോസസ് സ്ലോ ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഓക്കേ, ജോലിക്ക് പോകണ്ട.